Hi students, welcome to Bosco Campus Fiction. This is Asha SP from PG Department of Commerce. We are on the next lecture of Income Tax Planning and Management. We are dealing with the portion Accounting Standards relating to tax. In the last two classes, we have already discussed about accounting standards relating to tax, and today we are on the last portion of that particular session, accounting standards relating to tax. As we all know that why there is how accounting standard for tax came, as we all know that there is a difference between accounting income and taxable income. Our difference kondana there is a term known as accounting standards for tax came into existence, as known as deferred tax accounting standards 22. അപ്പോൾ deferred tax നെ കുറിച്ച് explain ചെയ്യുന്നത് as accounting standards 22. അപ്പോൾ ഇത് എല്ലാം വരുന്നത് from the matching concept of P&L account. നമുക്കറിയാം അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് പോലെയല്ല ടാക്സിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കുന്നത്. There is a difference. അപ്പോൾ ആ ഡിഫറൻസ്, ആ എടുക്കുന്ന ഐറ്റംസിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കൊണ്ടാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിലേറ്റിംഗ് ടു ടാക്സ് എന്ന പെർട്ടിക്കുലർ ഒരു സെഷൻ തന്നെ വരുന്നത്, അല്ലെങ്കിൽ കൺസെപ്റ്റ് തന്നെ വന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ we discussed about the term timing difference. What do you mean by timing difference? ഈ timing difference ഉണ്ടാകുന്നത് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? There is a difference between accounting income and taxable income. So timing difference means it is a difference between accounting income and taxable income. Okay, because of what is accounting income അല്ലെങ്കിൽ what is taxable income നമുക്കറിയാം. അക്കൗണ്ടിങ്ങിന്റെ ആ കൺസെപ്റ്റ് അനുസരിച്ച് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് ഇൻകം അല്ലെങ്കിൽ അക്കൗണ്ടിങ് എക്സ്പെൻസ്. ആ പർട്ടിക്കുലർ ഐറ്റം കൊണ്ടുണ്ടാകുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ ടൈമിംഗ് ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. സോ items creating the difference between accounting income and taxable income, ആ ഡിഫറൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. First one is permanent difference and second one is timing difference. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം what is permanent difference and what is timing difference. Permanent difference means all those items of income or expense that make difference for a particular period and not for subsequent period. ഒരു particular periodil ഒരു particular year, നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു particular year എന്ന് വിളിക്കാം. ഒരു particular yearൽ എന്തെങ്കിലും ഡിഫറൻസ് ഒരു particular item എടുത്താൽ ഉണ്ടാവുമെങ്കിൽ അതിനെയാണ് നമ്മൾ പെർമനന്റ് ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. അത് അടുത്ത വർഷം ആ ഡിഫറൻസ് ചിലപ്പോൾ അക്കൗണ്ടിങ് ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം തമ്മിൽ ആ ഡിഫറൻസ് കാണിക്കത്തില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പെർമനന്റ് ഡിഫറൻസ്. ഫോർ എക്സാമ്പിൾ ഡൊണേഷൻ. For example, donations as on 14-15 for the year 14-15, നമ്മൾ ഡൊണേഷൻസ് ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ മാത്രമേ കാണിക്കൂ, അല്ലേ? ടാക്സിലും അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ ഇയറിൽ മാത്രമേ കാണിക്കൂ. അപ്പൊ ആ പർട്ടിക്കുലർ ഇയറിൽ വരുന്ന ഡിഫറൻസേ ഉള്ളൂ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ. അതിനെയാണ് നമ്മൾ അപ്പൊ ആ പർട്ടിക്കുലർ ഐറ്റം ഇപ്പൊ 14-15 എന്ന് പറഞ്ഞ ഇയറിൽ മാത്രമേ അവിടെ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ അവിടെ ഡിഫറൻസ് വരുന്നില്ല. അപ്പൊ അതിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത് പെർമനന്റ് ഡിഫറൻസ്. ഇനി ലെറ്റ്സ് കം ഇൻടു ടൈമിംഗ് ഡിഫറൻസ്. ടൈമിംഗ് ഡിഫറൻസ് നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഐറ്റം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അക്കൗണ്ടിങ് ഇൻകവും അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ടൈമിംഗ് ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ. ഇൻ ദ കേസ് ഓഫ് ഡിപ്രീസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പർട്ടിക്കുലർ അസറ്റിന്റെ വാല്യൂ ഫോർ എക്സാമ്പിൾ 1 lakh ആണ്. 1 lakhന് 100% ഓഫ് ഡിപ്രീസിയേഷൻ ആണ്. നമ്മുടെ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 2 lakhs ആണ്. അപ്പൊ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പർട്ടിക്കുലർ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 lakh ആണ്. അതിന്റെ ലൈഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 5 years ആണ്. സോ അതിന്റെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ഇതാണ് പ്രോഫിറ്റ്. ഇത് എമൗണ്ട് അസറ്റിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ്. അപ്പൊ അക്കൗണ്ടിങ് ഇൻകം അനുസരിച്ച് നമ്മൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? ഈ 1 lakh ഡിവൈഡഡ് ബൈ 5. യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? ആ അസറ്റിന്റെ ലൈഫിനെ ആ അസറ്റിന്റെ വാല്യൂനെ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ലൈഫ്, അതിനെ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. സാൽവേജ് ഉണ്ടെങ്കിൽ അവിടെ ലെസ് ചെയ്യും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും നമുക്ക്? 1 lakh ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ 20,000 കിട്ടും. അപ്പം ഈ 20,000ൽ നിന്ന് 2 lakhൽ നിന്ന് 20,000 കുറച്ചാൽ we will get 1 lakh. ഇതാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് ടാക്സ് നമ്മൾ ഇവിടെ പ്രോഫിറ്റ് എന്ത് തന്നെയാണ്? 2 lakh തന്നെയാണ്. ബട്ട് ഇൻകം ടാക്സിൽ നമ്മൾ ഈ 1 lakh തന്നെ ഇവിടെ ലെസ് ചെയ്യും.
100 നമ്മൾ ഒരിക്കലും ഈ 5 വർഷം അല്ലെങ്കിൽ 6 വർഷം തമ്മിൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഈ 5 വർഷമായിട്ട് ഡിവൈഡ് ചെയ്ത ഓരോ വർഷവുമാണ് 20,000 20,000 20,000 അങ്ങനെ 5 വർഷമാണ് 20,000 കുറയ്ക്കുന്നത്. ഇവിടെ നമ്മൾ ഒറ്റയടിക്ക് 1 lakh കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇത് 1 lakh ആണ് ടാക്സബിൾ ഇൻകം. അപ്പൊ അക്കൗണ്ടിങ് ഇൻകം എന്ന് പറയുന്നത് 1,80,000, ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 1 lakh. അപ്പൊ ഡിഫറൻസ് എന്താണ്? 80,000നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടൈമിംഗ് ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഈ ടൈമിംഗ് ഡിഫറൻസ് ഇവിടെ ഇത് ഒരു വർഷത്തെയാ. വീണ്ടും അടുത്ത വർഷം ഉണ്ടാകുമ്പോൾ വീണ്ടും ഇവിടെ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? ബട്ട് ഇത് എന്ത് തന്നെ ആയിരിക്കും? സ്റ്റിൽ റിമെയിൻസ് ദ സെയിം. ബിക്കോസ് അവിടെ നമ്മൾ ആ മുഴുവൻ എമൗണ്ടും അല്ലെങ്കിൽ ആ ഡിപ്രീസിയേഷന്റെ മുഴുവൻ എമൗണ്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ചു. ബട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. ഓരോ വർഷം അനുസരിച്ചാണ് അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് നാൾ നീണ്ടു നിൽക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടൈമിംഗ് ഡിഫറൻസസ്. ആൻ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഇൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് 22, ദാറ്റ് ഈസ് ഡെഫേർഡ് ടാക്സ്. Are you clear? അപ്പോൾ നമ്മൾ ഡെഫേർഡ് ടാക്സിൽ പറയുന്നത് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടൈമിംഗ് ഡിഫറൻസ് ആൻഡ് പെർമനന്റ് ഡിഫറൻസ്. അപ്പോൾ അതാണ് ഡെഫേർഡ് ടാക്സ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 22 explain ചെയ്തിരിക്കുന്നത്. So that's all about with the accounting standards relating to tax. ഇത്രയും പോർഷൻ ഉള്ളൂ നമുക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനായിട്ട്. ഞാൻ ഈ നോട്ട്സ് കൂടാതെ നിങ്ങൾക്ക് PDF നോട്ട്സ് ആയിട്ട് സെൻഡ് ചെയ്യുന്നുണ്ട്. And that's all about with today's session. This is Asha SP signing off from Bosco Campus Vision.